പാൽ വെളിച്ചത്തിൽ മുങ്ങിക്കുളിച്ച മഹാരാജാസിന്റെ മൈതാനത്തെ 1973 ഡിസംബറിലെ ആ സായാഹ്നം. ഇരമ്പി മറിയുന്ന ഗാലറിയുടെ ആരവത്തിലേക്ക് ഉയർന്നമർന്ന ഗോൾ എന്ന ശബ്ദം. വീണ്ടും ചരിത്രത്തിലേക്ക് ഊളിയിടൽ. അതേ പുൽനാമ്പുകളെ പുളകം കൊള്ളിച്ച് 5 പതിറ്റാണ്ടുകൾക്കിപ്പുറം അവർ വീണ്ടും എത്തി. ശക്തമായ റെയിൽവേസിനെ തകർത്ത് ക്യാപ്റ്റൻ മണിയുടെ ഹാട്രിക്കിൽ ആദ്യ സന്തോഷ് ട്രോഫി നേടി കേരളത്തിന്റെ പുകൾപെറ്റ കാൽപന്ത് പ്രേമത്തിന്റെ കഥ ലോകത്തെ അറിയിച്ചവർ. അതേ വിജയശില്പികൾ പുതുതലമുറയ്ക്കൊപ്പം നേർക്കുനേർ. മത്സരം അവസാനിച്ചതായിട്ട് റെഫറി വിസിലടിച്ച് കഴിയുമ്പോൾ ഞാൻ ഈ പന്ത് പിടിച്ചിട്ട് ഞാൻ അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. എൻ്റെ ഫോർവേഡ് ലൈനിലേക്ക് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ലോങ് വിസിൽ വരുന്നത്. അപ്പോൾ ഈ ബോൾ എനിക്ക് സ്വന്തമായി. നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഈ താരങ്ങൾ, ആ താരങ്ങളെ മറക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നത്തെ ഈ ആദരം. അവരുടെ സാന്നിധ്യത്തിന് അവരോട് നന്ദി പറയുന്നു. ചരിത്രം എഴുതിയ 26 അംഗ ടീമിൽ കാലം ബാക്കി വെച്ച 14 പേരും ചേർന്ന് മൺമറഞ്ഞ മഹാരഥന്മാരെ അനുസ്മരിച്ചപ്പോൾ സന്ധ്യയിൽ വീണ്ടും ഇരുട്ടുമൂടി. പന്തുരുട്ടി ചരിത്രമായവർ അതേ പന്തുമായെത്തി ആദരവ് വാങ്ങി മടങ്ങുമ്പോൾ പുതിയൊരായിരം പന്തുകൾ മൈതാനത്ത് നിറഞ്ഞു. പ്രതീക്ഷയായി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. റിയ ബേബി ഉണ്ട്. ഗുഡ് മോർണിംഗ് റിയ. ഏതായാലും വളരെ സന്തോഷം തോന്നുന്നു. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ ജീവിത സായാഹ്നത്തിൽ ഇത്തരം ചില പരിഗണനകൾ, കരുതലുകൾ അതവർക്ക് ഒരുപാട് സന്തോഷം കൊടുത്തിട്ടുണ്ടാവും. ഒപ്പം നിൽക്കുന്നവരെക്കാൾ അവരുടെ മാനസികാവസ്ഥയാണ് ഞാൻ ആലോചിച്ച് പോയത്. ഒരുപാട് സന്തോഷം തോന്നുന്നു, അല്ലേ റിയ? ഗുഡ് മോർണിംഗ് മോത്തി. അതെ, ഈ പറഞ്ഞതുപോലെ 50 വർഷത്തിന് ശേഷമാണ് അവർ അതേ മൈതാനത്ത്, മഹാരാജാസ് കോളേജിൻ്റെ അതേ മൈതാനത്ത്, അന്ന് കൽപ്പന്ത് കളിയുടെ ആവേശം വാനോളം ഉയർത്തിയ കലാശ പോരാട്ടത്തിൽ ഉപയോഗിച്ച അതേ പന്തുമായി 14 പേർ അന്നത്തെ പരിശീലകനായ സൈമൺ സുന്ദർരാജുമായി എത്തിയത്. അത് അവർക്ക് ഏറ്റവും സന്തോഷകരമായ നിമിഷമെങ്കിൽ അവരുടെ ചുറ്റിനും കൂടി ആളുകൾക്ക് അതിൻ്റെ ഇരട്ടി സന്തോഷം നൽകുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു ഇന്നലെ മഹാരാജാസ് കോളേജ് മൈതാനത്തുണ്ടായിരുന്നത്. കാരണം ഈ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി റെയിൽവേസിനെ തോൽപ്പിച്ച് നമ്മുടെ ആ സന്തോഷ് ട്രോഫി കിരീടം കേരളത്തിലേക്ക് കൊണ്ടുവന്ന അതേ ടീം ആളുകൾ അവർ ആ ആവേശം ഒട്ടും ചോരാതെ വീണ്ടും പ്രായത്തിൻ്റെ അവശതകളൊന്നും വകവയ്ക്കാതെ അതേ മൈതാനത്ത് വന്ന് ആവേശത്തോടെ തങ്ങളുടെ ആ ചരിത്ര നേട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കേട്ട് നിന്നവർക്കൊക്കെ എത്രമാത്രം സന്തോഷകരമായിരിക്കും ആ നിമിഷം എന്നത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്നലെ കൊച്ചി കോർപ്പറേഷൻ ഒരുക്കിയത്. എന്തായാലും അത് ആ ആദരവ് ആ താരങ്ങൾക്ക് അഭിമാനകരമായി, ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമായി മാറി. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ടീമിനുണ്ടായിരുന്ന ടി എ ജാഫർ, അന്നത്തെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന ടി എ ജാഫർ അടക്കമുള്ള ആളുകൾ നമ്മളോട് വിട വാങ്ങിയത്. അങ്ങനെ 11 താരങ്ങൾ ഇന്ന് ആ ടീമിനൊപ്പമില്ല. ക്യാപ്റ്റൻ മണി ഉൾപ്പെടെയുള്ള 11 പേരില്ല. മറ്റു 14 പേർ പരിശീലകനൊപ്പം അതേ മൈതാനത്തെത്തി, അതേ പന്തുമായി എത്തി. വീണ്ടും ആ പന്തുരുട്ടി മേയർ അവർക്കൊപ്പം ഒത്തുചേർന്നു. അങ്ങനെ വളരെ സന്തോഷകരമായ ഓർമ്മകൾ ഒരിക്കൽ കൂടി പങ്കുവെക്കുന്ന ഒരു നിമിഷമായിരുന്നു. ചെറിയ പരാതികളൊക്കെ ഉണ്ട് അവരുടെ മനസ്സിൽ, പെൻഷനുമായി ബന്ധപ്പെട്ടൊക്കെ പരാതികളുണ്ട്. അതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഒട്ടും വൈകിയിട്ടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ആ ദിവസം. കാരണം അതൊരു ചരിത്ര നേട്ടമല്ലേ. നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാൽപന്ത് കളിയുടെ ആവേശമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ 73-ൽ സന്തോഷ് ട്രോഫി കിരീടം കേരളത്തിന് സ്വന്തമാകുമ്പോൾ അത് നേടിത്തന്ന ടീമിനെ മറക്കരുത്. ആ ടീമിനൊപ്പം നിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മേയർ പറഞ്ഞു, ക്യാപ്റ്റന്റെ പേരിൽ ഒരു സ്മാരകമൊക്കെ കൊച്ചി നഗരത്തിൽ പൊങ്ങും, അത് ഉണ്ടാകും, വരും തലമുറയുടെ ഓർമ്മയ്ക്കായി ഉണ്ടാകും, ആ നേട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായി ഉണ്ടാകുമെന്നൊക്കെ മേയർ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ പാലിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നലത്തെ ആ ദിവസം വളരെ സന്തോഷകരമായിരുന്നു. ആ ചരിത്ര ടീം, ആ ചരിത്ര നേട്ടം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ ഒരു സോക്കർ കാർണിവൽ ഒരുക്കി വീണ്ടും ഒത്തുകൂടി. അതായിരുന്നു ഇന്നലത്തെ ദിവസം കേരളത്തിന് മുമ്പിൽ നൽകിയ ഏറ്റവും സന്തോഷകരമായ കാഴ്ച.